എല്ലാവർക്കും നമസ്കാരം. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി ഒരുപാട് അഭ്യൂഹങ്ങളും അതുപോലെ കോലാഹലങ്ങളും ചോദ്യങ്ങളും ഉത്തരങ്ങളും മറുപടികളും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിനെല്ലാം വിരാമം ഇടാൻ വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ 2 ഇൻ്റർവ്യൂ, ഒന്ന് ബ്ലൂംബെർഗിനും പിന്നെ ഒന്ന് റോയിറ്റേഴ്സിനും കൊടുത്തത്. അതിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ചില പുതിയ ചോദ്യങ്ങളും വരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഏതായാലും ഇവിടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ അനിൽ ചൗഹാൻ്റെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ആ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മനസ്സിലാക്കണം അല്ലെങ്കിൽ എന്തൊക്കെ മനസ്സിലാക്കാം എന്നുള്ള കാര്യങ്ങൾ. രണ്ടാമതായിട്ട് ഭാവിയിൽ നമ്മുടെ ഡിഫൻസ് പ്രിപ്പയർഡ്നെസ്സിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് നമ്മൾ വരുത്താനായിട്ട് സാധ്യതയുള്ളത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ അനാലിസിസ്. മൂന്നാമത് നമ്മുടെ ഡിഫൻസ് സീക്രട്ട്, ഏതൊക്കെ തരത്തിലുള്ള സീക്രട്ടുകൾ എങ്ങനെയൊക്കെ വെളിയിൽ പോയി കഴിഞ്ഞാൽ അത് ഏതൊക്കെ തരത്തിൽ നമ്മളെ മോശമായിട്ട് ബാധിക്കും, എങ്ങനെയൊക്കെ നമ്മുടെ ശത്രുക്കൾക്ക് അത് അഡ്വാൻറ്റേജ് ആയിട്ട് മാറും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് അവസാനത്തെ പാട്ടിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പ്രത്യേകിച്ച് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയക്കാർ ഒരുപാട് പേര് എത്ര വിമാനങ്ങളെന്ന് കൃത്യമായ കണക്കും ഏതൊക്കെ വിമാനങ്ങളെന്നുള്ള കണക്കുകളും റഫാലുണ്ടോ സുഖോയ് 30 ഉണ്ടോ അങ്ങനെയുള്ള കണക്കുകളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു കാരണവശാലും നമ്മൾ പുറത്തുവിടാൻ സാധ്യമല്ല. അതിൻ്റെ കാര്യകാരണങ്ങളും എല്ലാമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ടല്ല നമുക്ക് വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ജനറൽ അനിൽ ചൗഹാൻ പറയുന്നതിന് മുമ്പ് തന്നെ യുദ്ധം നടക്കുമ്പോൾ നമ്മളെല്ലാം കണ്ടതാണ്. എയർ മാർഷൽ ഭാരതിയും ഇത് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രക്കാരൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം പറഞ്ഞു യുദ്ധമാകുമ്പോൾ നഷ്ടങ്ങളുണ്ടാവും, പക്ഷേ നമ്മുടെ എല്ലാ പൈലറ്റുമാരും കൃത്യമായിട്ട് സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിമാനം പോലും പാകിസ്ഥാൻ്റെ മണ്ണിൽ നമ്മുടെ വിമാനങ്ങളും അടിച്ചിട്ടിട്ടില്ല. ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ല കോലാഹലം. നമ്മുടെ ഒരു പൈലറ്റ് പോലും അവരുടെ മണ്ണിൽ പോയിട്ട് വീണിട്ടില്ല. ഇതൊരു ഫാക്റ്റാണ്. ഒരു പക്ഷേ ഒരു ഓർഡിനറി ക്രാഷ് നടന്നിരിക്കാം, ഒരു പക്ഷേ ഒരു കൂട്ടിയിടി നടന്നിരിക്കാം. കാരണം ഒരു ഓപ്പറേഷൻ നടക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ സാധാരണ പീസ് ടൈമിലെ ഫ്ലൈയിങ് പോലെയല്ല. അത് പൈലറ്റിൻ്റെ പുറത്തും ഒരുപാട് പ്രഷറുണ്ട്, അവർ ഹാൻഡിൽ ചെയ്യുന്ന ഈ മെഷീൻസിൻ്റെ പുറത്തും ഒരുപാട് പ്രഷർ വരും. സ്പീഡിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ടേണിങ്ങിൻ്റെ കാര്യത്തിലായാലും ആംഗിൾ ഓഫ് അറ്റാക്കിൻ്റെ കാര്യത്തിലായാലും ഇതിലെല്ലാം അതിഭയങ്കര ഭയം. അതുപോലെ ജി ഫാക്ടറിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് പ്രഷർ ഈ മെഷീനും മനുഷ്യനും ഉള്ള സമയത്ത് ഒരു പക്ഷേ ഒരു കൊളീഷൻ നടന്നിരിക്കാം, നമുക്കറിയില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധാരണ പോലെ ഒരു ക്രാഷ് നടന്നിരിക്കുക ഒരു എക്സ്ട്രീം പ്രഷർ കുക്കർ സിറ്റുവേഷനിൽ. കാരണം നമ്മൾ കണ്ടിട്ടുണ്ട് പലതവണയും MiG-21s ക്രാഷ് ചെയ്യുന്നുണ്ട്, MiG-29s ക്രാഷ് ചെയ്യുന്നുണ്ട്, ജാഗ്വാർസ് ക്രാഷ് ചെയ്യുന്നുണ്ട്, മിറാഷ് 2000 ക്രാഷ് ചെയ്യുന്നുണ്ട് പീസ് ടൈമിൽ തന്നെ. അപ്പോൾ ആ ഒരു എക്സ്ട്രീം പ്രഷർ സിറ്റുവേഷനിൽ അങ്ങനെ 1-2 ക്രാഷ് നടന്നിരിക്കാൻ നമുക്കറിയില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഒരു മിസൈൽ പിന്തുടർന്നു, മിസൈൽ ലോക്ക് ഓൺ ചെയ്തു, ഇനി രക്ഷപ്പെടാൻ മാർഗമില്ല എന്ന് തോന്നിയിട്ട് ഏതെങ്കിലും ഒരു പൈലറ്റ് എജക്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം, വിമാനത്തിനെ ഉപേക്ഷിച്ച് ഒരു പാനിക് ഇജക്ഷൻ പോലും നടന്നിരിക്കാം. അതിനുള്ള സാധ്യതയുണ്ട്. കാരണം ഇതൊരു റിയൽ വാർ സിറ്റുവേഷനാണ്. അത് അവിടെ നിന്ന് ആ ഫ്രണ്ടിൽ നിന്ന് ശത്രുവിൻ്റെ, പാകിസ്ഥാനെയോ ചൈനയോ പോലുള്ള ഒരു ശത്രുവിൻ്റെ മുമ്പിൽ, അവരുടെ എക്യുപ്മെൻസിൻ്റെ മുമ്പിൽ ചെന്ന് പെടുമ്പോഴേ നമുക്ക് ആ ഒരു ഫീലിംഗ് മനസ്സിലാവുള്ളൂ. ആ ഒരു സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാലുള്ള ഗ്രൗണ്ട് ലോസും ആകാം. ഏതായാലും നഷ്ടങ്ങൾ ചെറുതായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം വേറൊരു കാര്യം വളരെ ശക്തമായിട്ട് പറഞ്ഞു. 6 വിമാനങ്ങൾ ഞങ്ങൾ അടിച്ചിട്ടു, വി ഡൗൺഡ് 6 ഇന്ത്യൻ പ്ലെയിൻസ് എന്ന് പറയുന്നതിന് അദ്ദേഹം കാറ്റഗറിക്കലി നിഷേധിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു റബ്ബിഷ്, അത് ഒന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഇനീഷ്യലി നമുക്ക് കുറച്ച് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്, ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ എത്രയും പെട്ടെന്ന് അത് പരിഹരിച്ച് 2 ദിവസത്തിന് ശേഷം നമ്മൾ ഇതെല്ലാം പരിഹരിച്ച് വളരെ ശക്തമായ ഒരു ആക്രമണമാണ് നടത്തിയത് എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ആ വാറിൻ്റെ ന്യൂസ് കവറേജിൽ കണ്ടതുമാണ്. ഓക്കെ, ഒരു ക്ലെയിം വരുന്നത് J-10 വിമാനങ്ങൾ, ചൈനീസ് നിർമ്മിതമായിട്ടുള്ള J-10 വിമാനങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിച്ചിട്ട് ഇന്ത്യയുടെ വിമാനങ്ങളെല്ലാം വെടിവെച്ചിട്ടു, ആദ്യത്തെ ദിവസം വെടിവെച്ചിട്ടു എന്ന് ക്ലെയിം വരുന്നുണ്ട്. 3ാമത്തെ ദിവസം നമ്മളൊരു ശക്തമായ 3 ദിവസത്തെ വ്യോമാക്രമണം പാകിസ്ഥാന് നേരെ നടത്തിയല്ലോ. അപ്പോൾ എന്താ ഈ J-10 വിമാനങ്ങളെ കാണാഞ്ഞത്? ചായ കുടിക്കാൻ പോയോ? അല്ലെങ്കിൽ അവരുടെ HQ-9 എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം എന്താ നമ്മൾ കാണാഞ്ഞത്? അതെവിടെ പോയി? അപ്പോൾ ഇവിടെയാണ് ഈ പാകിസ്ഥാൻ്റെ ക്ലെയിമിലെ പൊള്ളത്തരങ്ങൾ. നമ്മൾ ഓരോരോ ഇൻസിഡൻസിനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാലും അത് മുഴുവൻ തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ പാകിസ്ഥാൻ്റെ ക്ലെയിമിനെ അവർ വളരെ നന്നായിട്ട് ഇതിന് പ്രൊപ്പഗണ്ട കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ പ്രൊപ്പഗണ്ട മെഷീനറിയിൽ നമ്മുടെ മെക്കാനിസം
കുറച്ച് ഫെയിൽ ആയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ലോകത്തിലുള്ള മാധ്യമങ്ങളല്ലേ അതിനെ ഏറ്റുപിടിക്കുകയും നമ്മുടെ ഇവിടെയുള്ള ലോക്കൽ ഒരുപാട് മാധ്യമങ്ങളും ആ പ്രൊപ്പഗണ്ടയെ ഏറ്റുപിടിച്ച് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന സീനൊക്കെ നമ്മൾ കണ്ടതാണ്. വളരെ സിമ്പിളായിട്ട് എൻ്റെ ഒരൊറ്റ ചോദ്യമാണ്, ആദ്യത്തെ ദിവസം ജെ-10 വിമാനങ്ങൾ വളരെ ശക്തമായി തിരിച്ചടിച്ചു എന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം മുതൽ അങ്ങോട്ട് എവിടെ പോയി ഈ ജെ-10 വിമാനങ്ങൾ? അതിനെ കണ്ടില്ലല്ലോ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അദ്ദേഹം പറഞ്ഞു നമ്മൾ പാകിസ്ഥാൻ്റെ ഒരുപാട് ഉള്ളിലേക്ക് ഡീപ്പ് സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട്. അതും അങ്ങേയറ്റത്തെ പാകിസ്ഥാനി എയർ ഡിഫൻസിനെ പെനിട്രേറ്റ് ചെയ്ത് അങ്ങേയറ്റത്തെ കൃത്യതയോടുകൂടി പിൻ പോയിൻ്റ് ആക്യുറസിയോടുകൂടി നമ്മളവിടെ സ്ട്രൈക്സ് നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മൾ അറിഞ്ഞതാണ്, കണ്ടതാണ്. ആദ്യം അവരുടെ എയർ ഡിഫൻസ് ബാറ്ററീസിനെ സമ്പൂർണ്ണമായിട്ടും നമ്മൾ നശിപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ, റഡാർ സിസ്റ്റങ്ങളെ നമ്മൾ വളരെ സ്ട്രാറ്റജിക്കലി നശിപ്പിക്കുന്നു. അതിനുശേഷം വളരെ തന്ത്രപ്രധാനമായ 11 ശക്തമായ എയർ ബേസുകൾ നമ്മൾ താറുമാറാക്കി കളഞ്ഞു. പിന്നെ പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ പവറിൻ്റെ നട്ടെല്ലാം നമ്മൾ തല്ലി ഓടിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കാത്ത ഒരു വലിയൊരു സത്യമാണെന്ന് വേണം നമ്മൾ പറയാനായിട്ട്. ഇത്രയും വലിയ നാശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ പാകിസ്ഥാൻ്റെ മേളിൽ. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിഫൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരുപാട് സെൽഫ് റിലയൻസ് വന്നിട്ടുണ്ട്, സ്വയം പര്യാപ്തത വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ആകാശ് എയർ ഡിഫൻസ് സിസ്റ്റം, ആകാശ് തീരൊക്കെ ധാരാളമായിട്ട് അതിൻ്റെ ആക്യുറസിയും അതിൻ്റെ കഴിവും ഇൻഡിജിനസ്ലി ഡെവലപ്പ് ചെയ്ത ഒരുപാട് സിസ്റ്റംസിനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇദ്ദേഹം വളരെയധികം സംതൃപ്തി അറിയിച്ചിട്ടുണ്ട് ഈ സിസ്റ്റംസ് നമ്മളെ സംരക്ഷിക്കാനായിട്ട്, പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അങ്ങേയറ്റം കേപ്പബിൾ ആണെന്നുള്ളതും. ഇന്ന് ലോകം മുഴുവൻ അന്തം വിട്ട് നടക്കുകയാണ്. ഇന്ത്യ മിണ്ടാതെ ഇരുന്നിട്ട് ഇത്രയും കേപ്പബിൾ ആയിട്ടുള്ള, ഇത്രയും ശക്തമായ ആയുധങ്ങളാണോ ഇന്ത്യ നിർമ്മിച്ചത്? കാരണം ഇസ്രായേലിൻ്റെ അയൺ ഡോമിനെ പോലും പിന്നെ ഇറാൻ ഭേദിക്കുന്നത് നമ്മൾ കണ്ട സ്ഥലത്താണ് ഇത്രയും വലിയ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ വലിയൊരു സംഭവമാണ്. അതുപോലെ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് ചൈനയുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല എന്നും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ വാറിനെ ഇന്ന് ലോകം മുഴുവൻ അനലൈസ് ചെയ്യുകയാണ്. ഒരുപാട് ഡിഫൻസ് എക്സ്പേർട്സ് പല രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ വാറിൻ്റെ ഇന്ത്യയുടെ സ്ട്രാറ്റജീനെയും പാകിസ്ഥാൻ്റെ പിഴവുകളെയും എല്ലാം അനലൈസ് ചെയ്തിട്ട് അടുത്ത യുദ്ധത്തിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തകളും നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനും ചൈനയും ടർക്കിയും എല്ലാം ഇതിനെ വളരെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് ഭാവിയിലേക്ക് ഇതിൽ നിന്നും ഇമ്പ്രൂവ്ഡ് ആയിട്ടുള്ള അവരുടെ തെറ്റുകൾ പരിഹരിച്ച്, അവരുടെ കുറവുകൾ പരിഹരിച്ച് അവർ കുറച്ചും കൂടെ ശക്തമായിട്ട് വരും. ഇപ്പം തന്നെ പാകിസ്ഥാൻ തീരുമാനമെടുത്തതായിട്ട് വാർത്തകളുണ്ട്. ചൈനയുടെ HQ-9 എല്ലാം കളഞ്ഞിട്ട്, അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ചൈനയുടെ എല്ലാം കളഞ്ഞിട്ട് ടർക്കിയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിലേക്ക് അവർ ചേക്കേറാൻ പോകുന്നു. മറ്റുള്ള സാധ്യതകളും അവരാരായാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇനി പാകിസ്ഥാൻ വളരെ ശക്തമായൊരു തിരിച്ചുവരവിന് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ഫ്രണ്ട് വാർ ചൈനയും പാകിസ്ഥാനുമായിട്ട് ഒരേ സമയത്ത് ഒരു യുദ്ധത്തിനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളും ഒരുപാട് എൻഹാൻസ്മെൻറ്റ്സും അഡാപ്റ്റേഷനും ഒക്കെ നമ്മൾ നടത്തണം. ഇപ്പം തന്നെ ആദ്യം ഒരു സെറ്റ് ബാക്ക് ഉണ്ടായെങ്കിലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ടാക്റ്റിക്കലായിട്ടുള്ള എൻഹാൻസ്മെൻറ്റ്സ്, ഇമ്പ്രൂവ്മെൻറ്റ്സ് നടത്തി, അഡാപ്റ്റേഷൻ നടത്തി എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. അത് നമ്മുടെ CDS പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടല്ല, എല്ലാ യുദ്ധങ്ങളിലും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ തുടക്കത്തിൽ റഷ്യക്ക് അതിഭയങ്കരമായ സെറ്റ് ബാക്സ് ഉണ്ടായത്. പക്ഷേ അവിടുന്ന് അവർ ഉയർത്തെഴുന്നേക്കാൻ കുറച്ച് സമയം എടുത്തു എന്നുണ്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റു. ഇസ്രായേലിൻ്റെ തുടക്കത്തിൽ സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യക്കും ഒരുപാട് സെറ്റ് ബാക്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് തന്നെ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പുറത്തേക്ക് വരികയുണ്ടായത്. കാർഗിൽ വാറിൽ നമുക്ക് സെറ്റ് ബാക്സ് ഉണ്ടായില്ല. നമുക്കെല്ലാം ഓർമ്മയുണ്ടല്ലോ 99 നമ്മൾ ആദ്യം നമ്മൾ MiG-21 വിമാനങ്ങൾ ഉപയോഗിച്ചു. പക്ഷേ അവിടുത്തെ ടെറൈൻ്റെ സ്വഭാവം അനുസരിച്ചിട്ടും അവരുടെ ഹൈഡ് ഔട്ട്സ് അനുസരിച്ചിട്ടും അത് പര്യാപ്തമല്ല എന്ന് കണ്ടപ്പോൾ നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ വന്നു. പിന്നീടാണ് നമ്മൾ സ്പൈസ് ബോംബുകളും ഒക്കെ ആയിട്ട് മിറാഷ് 2000 വിമാനങ്ങൾ അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉയർത്തെഴുന്നേക്കാനുള്ള ഒരു കഴിവ് ഇന്ത്യക്കുണ്ടെന്നുള്ളത് വീണ്ടും നമ്മളൊന്നും കൂടെ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു സാധ്യത ഈ നഷ്ടങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അത് മിലിറ്ററി എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, നമുക്ക് പറ്റിയിട്ടുള്ള പാളിച്ചകൾ ഒരു കാലത്തും പറയുകയുമില്ല, പറയാൻ പാടില്ല. കാരണം നമ്മുടെ പാളിച്ചകൾ, നമ്മുടെ പോരായ്മകൾ എന്താണെന്നുള്ളത് ശത്രുക്കൾ ഒരു കാലത്തും മനസ്സിലാക്കാനായിട്ട് പാടില്ല. പക്ഷേ എൻ്റെ ഒരു ഗസ് വർക്കാണ്, ഒരുപക്ഷെ നമ്മൾ ബോർഡറിൻ്റെ വളരെ അടുത്ത് വരെ, ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൻ്റെ അങ്ങേ അറ്റം അടുത്ത് വരെ പോയിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ചിട്ടോ വല്ല ഒരുപക്ഷെ നമ്മളെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടാവാം. ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം, അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, എവിടൊക്കെയാണ്, എത്രയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിൽ നമുക്ക് ചെറിയ തോതിൽ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടാവും, കുറവുകൾ വന്നിട്ടുണ്ടാവാം. അങ്ങനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പോയി നമ്മൾ അറിയാത്ത ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോയത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത തിരിച്ചടി ഉണ്ടായിട്ടുണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. അതുപോലെ തന്നെ ഒരു
രാത്രിയിൽ ഇന്ത്യ ആക്രമണം നടത്തും എന്നുള്ളത് അവർക്കറിയാം. അതിനെതിരായിട്ട് അവർ എത്രത്തോളം പ്രിപ്പയർഡ് ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള സമ്പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് അറിയാതെ പോയതും ആകാം. ഒരു പക്ഷേ നമ്മൾ കുറച്ച് ധൃതി കൂടിപ്പോയോ എന്നുള്ളൊരു സംശയവും എനിക്കുണ്ട്. കാരണം നമ്മുടെ ഭാഗത്തുനിന്ന് പൊളിറ്റിക്കൽ പ്രഷറും അതുപോലെ മാധ്യമങ്ങളുടെ സൈഡിൽ നിന്നുള്ള പ്രഷറും ജനങ്ങളുടെ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രഷറും എന്താ ആക്രമിക്കാത്ത, ഇപ്പോൾ വെടിവെക്കണം, ഇപ്പോൾ കൊല്ലണം, ഇപ്പോൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. നമ്മളപ്പോൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് അത് പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് പുറകോട്ട് പോയി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അങ്ങനെയും സംഭവിച്ചിട്ടുണ്ടാവാം എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാം. ഏതായാലും നമുക്ക് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം വളരെ ശക്തമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് അങ്ങേയറ്റം ശക്തമാണ്. പക്ഷേ അവരുടെ കുറവുകൾ മനസ്സിലാക്കി പാകിസ്ഥാനോ ചൈനയോ വീണ്ടും കുറച്ചും കൂടെ ശക്തമായിട്ട് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ നമ്മൾ വീണ്ടും ശക്തമാക്കണം. പ്രത്യേകിച്ചും നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്ന എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ കൂടുതൽ നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ധാരാളമായിട്ടുള്ള ഫണ്ടിങ് അതിനുവേണ്ടി നമ്മൾ നടത്തണം, ടെക്നോളജി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. രണ്ടാമത്, പ്രിസിഷൻ സ്ട്രൈക്കിംഗ് കേപ്പബിലിറ്റി ഇന്ത്യയുടേത് അങ്ങേയറ്റം ശക്തമാണെന്നുള്ളത് ടൈം ആൻഡ് അഗെയിൻ നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലോങ് റേഞ്ച് എൻഗേജ്മെൻറ്റ് കേപ്പബിലിറ്റി 315 കിലോമീറ്റർ ദൂരെയുള്ള പാകിസ്ഥാൻ്റെ അവാക് സിസ്റ്റത്തിനെയാണ് നമ്മൾ S-400 ഉപയോഗിച്ച് വെടിവെച്ച് താഴെയിട്ടത്. ഓക്കെ, ആ 315 എന്നുള്ളത് ലോക റെക്കോർഡാണ് എന്ന് പറയുമ്പോൾ ആ 315 നമ്മൾ അവിടെ തൃപ്തിപ്പെടാതെ 400, 500, 600 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 കിലോമീറ്റർ റേഞ്ചിലേക്കുള്ള പ്രിസിഷൻ സ്ട്രൈക്ക് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് നമ്മൾ ഇനിയും ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മിസൈൽ സംവിധാനങ്ങൾ ഒരുപാട് ശക്തമാണ്, കുറ്റമറ്റതാണ് എന്ന് പറഞ്ഞാലും ഇനിയും ശക്തമായിട്ടുള്ള മിസൈലുകളും അതുപോലെ തന്നെ ഹൈപ്പർസോണിക് മിസൈലുകളും കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകളും ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. പിന്നെ നമ്മുടെ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി, ഇത് നമുക്കില്ലാത്ത ഒരു സംഭവമാണ്. ഇപ്പം നമുക്ക് സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയും ഇലക്ട്രോണിക് വാർഫെയർ കേപ്പബിലിറ്റി നമുക്ക് ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പം നമ്മുടെ ആൻക വിമാനങ്ങൾ വരുന്നത് വരെ 10-15 വർഷം എടുക്കും. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ സുഖോയ് 57 മേടിച്ചാലും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ GCAP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. UK-യും ഇറ്റലിയും ജപ്പാനും ചേർന്നിട്ട് ഒരു 6ാം തലമുറ യുദ്ധവിമാനം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. പിന്നെ നമ്മുടെ ഘാതക് അതുപോലെ സ്വിഫ്റ്റ് എന്നൊക്കെ പറയുന്ന സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയുള്ള UAVs നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ മുന്നോട്ട് ചെയ്യാനുണ്ട്. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന മറ്റൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ രാഷ്ട്രീയക്കാർ ദയവ് ചെയ്ത് നമ്മുടെ മിലിറ്ററിയിൽ രാഷ്ട്രീയം കലർത്തരുതേ എന്ന് പറഞ്ഞാൽ ഇവർ കേൾക്കില്ല. അതിനകത്തെ അപകടങ്ങൾ എന്തൊക്കെയാണ്, ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, ആ ചോദ്യങ്ങൾ എങ്ങനെ നമ്മളെ ബാധിക്കും, അപകടങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് വിശകലനം ചെയ്തിട്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, ഏതൊക്കെ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു, എങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടു, എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു, എവിടെ നഷ്ടപ്പെട്ടു, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ദയവ് ചെയ്ത് ഒരു രാഷ്ട്രീയക്കാരനായാലും ആരായാലും അത് ചോദിക്കാൻ പാടില്ല. കാരണം കൃത്യമായ നമ്പർ ഓഫ് എയർക്രാഫ്റ്റ് നമ്മൾ പുറത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പാകിസ്ഥാനും ചൈനയ്ക്കും എല്ലാം ഇന്ത്യയുടെ എയർ കോമ്പാറ്റിലെ പിഴവുകൾ എന്തൊക്കെയാണ്, അതിലെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ചില സ്പെസിഫിക് ആയിട്ടുള്ള ടാക്ടിക്കൽ എറേഴ്സ്, മിസ്റ്റേക്സ് നമ്മൾ ഡിസ്ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൗണ്ടർ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, വളരെ കൃത്യമായ കൗണ്ടർ സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശത്രുക്കളെ ഇത് സഹായിക്കും. ഇവിടെ നമ്മൾ കോട്ട് ചെയ്യേണ്ട എക്സാമ്പിൾസ് എന്ന് പറഞ്ഞാൽ, ഇസ്രായേലും റഷ്യയും ഉക്രൈനും ഒക്കെ അവരുടെ നഷ്ടത്തിൻ്റെ കണക്ക് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ, ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിച്ചു എന്നുള്ള ചോദ്യം ആരെങ്കിലും ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? നമ്മളും ചോദിച്ചിട്ടില്ല, അവരുടെ ആൾക്കാരും ചോദിക്കുന്നില്ല. സത്യം പറയാൻ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം അതല്ലേ, നമ്മൾ എന്തൊക്കെ നാശം പാകിസ്ഥാനിൽ വരുത്തിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ചൈനയുടെയും പാകിസ്ഥാൻ്റെയും എക്യുപ്മെൻറ്റ്സിലെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണ്, വൾണറബിലിറ്റീസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ രാജ്യത്തുനിന്ന് ഉയരാത്തത്. അതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഓപ്പറേഷൻ കൊണ്ട് നമുക്ക് എന്തൊക്കെ നേടാൻ കഴിഞ്ഞു, എന്തൊക്കെ നേട്ടങ്ങളാണ് നമുക്കുണ്ടായത്, ഇതാരും ചോദിക്കുന്നില്ലല്ലോ. എന്താ അതൊക്കെ ചോദിക്കാത്തത്? അപ്പം നമ്മുടെ രാജ്യത്തിനെ ഡിഫെൻസീവ് ആക്കുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ മിലിറ്ററിയുടെ ഹെൽത്തിന് നല്ലതല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇനി അഥവാ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കാം, ഞാനും നിങ്ങളെ പോലുള്ള ആളുകളും ഈ രാഷ്ട്രീയക്കാരും ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നത്? ഈ രാജ്യത്തിൻ്റെ മിലിറ്ററിയുടെ പവറിനെ വർദ്ധിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ കുഴപ്പങ്ങളെ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെന്താ ചെയ്യാൻ പോകുന്നത്? ഈവൻ ഇന്ത്യൻ എയർഫോഴ്സിലെ പോലും എല്ലാവർക്കും ഈ കണക്കുകളൊന്നും ഇതുവരെ അറിയണ്ടാവില്ല. ഒരു പക്ഷേ കുറേ നാളുകൾക്ക് ശേഷമേ ഈ കണക്കുകൾ അവർക്ക് പോലും അറിയാനായിട്ടുള്ള സാധ്യതയുള്ളൂ.
ഇത് ആർക്കാ അറിയേണ്ടത്? നമ്മുടെ പ്രൈം മിനിസ്റ്ററോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്ററോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് ഡിഫൻസ് സെക്യൂരിറ്റി അവർക്കോ ഒക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പിഴവുകൾ പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്താനും അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ടിങ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപകാരപ്പെടും. ഇവരല്ലാതെ വേറെ ആർക്കാ ഇതൊക്കെ അറിയേണ്ടത്? അപ്പോൾ ഇതെല്ലാം കൂടെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിനകത്ത് വീക്ക് പോയിന്റ്സും നമ്മുടെ സ്ട്രോങ് പോയിന്റ്സും ശത്രുക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അങ്ങേയറ്റം അപകടകരമായിട്ട് വരില്ലേ? നമ്മൾ എങ്ങനെയാണ് പാകിസ്ഥാനി എയർ ഡിഫൻസിനെ പെനിട്രേറ്റ് ചെയ്തത്, അതിനെ നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയതെന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്ട്രാറ്റജിക്കലി ടെക്നോളജിക്കലി നമ്മൾ എങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് വിളിച്ച് പറയാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഇൻ്റലിജൻസ് ഗ്യാദർ ചെയ്യുന്നത്, ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ആരോടെങ്കിലും പറയാൻ പറ്റും, വെളിയിൽ പറയാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ മിലിറ്ററി മാത്രം അറിഞ്ഞിരിക്കേണ്ട മിലിറ്ററി സീക്രട്ടുകളാണ്. അതുപോലെ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ വേണ്ടി നമ്മൾ വെളിയിൽ നിന്നുള്ള രാജ്യങ്ങളിലെ സഹായങ്ങൾ എടുത്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇതൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്, വിളിച്ച് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ സഹായിച്ച രാജ്യം ഇനി മേലെ നമ്മളെ സഹായിക്കില്ല. രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ വരെ നഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊന്നും ദയവായി ചോദിക്കരുത്. കാരണം മിലിറ്ററി തന്നെ പറഞ്ഞിട്ടുണ്ട് 15% എഫേർട്ടും സമയവും മിലിറ്ററിയുടെ കോൺസെൻട്രേഷൻ്റെ എഫേർട്ടിൻ്റെയും സമയത്തിൻ്റെയും 15% ഇതുപോലെയുള്ള പ്രൊപ്പഗണ്ടയ്ക്ക് എതിരായിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി അവരെ ചിലവാക്കിയിട്ടുണ്ടെന്ന്. ഇതൊക്കെ മിലിറ്ററിയെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ജോലിയാണോ? നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫ്യൂച്ചർ മിലിറ്ററി സ്ട്രാറ്റജി എന്തൊക്കെയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെയാണ്, നമ്മുടെ പാളിച്ചകൾ എന്തൊക്കെയാണ്, നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, ഇതൊന്നും വിളിച്ച് പറയാനായിട്ട് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ഗവൺമെൻറ്റിനെ ആയാലും മിലിറ്ററി ആയാലും ഒരു കാരണവശാലും ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ക്ലാസിഫൈഡ് ഇൻഫർമേഷൻ ക്ലാസിഫൈഡ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. കാരണം 2 ഉദാഹരണം ഞാൻ പറയാം. ഒന്ന്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഒരു എയർ മാർഷൽ ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു എയർ സ്ട്രിപ്പ് ഡെവലപ്പ് ചെയ്തു, പ്രൈം മിനിസ്റ്റർ പോലും അറിയാതെ, ഗവൺമെൻറ്റിനെ അറിയിക്കാതെ. അതിൻ്റെ പുറകിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇന്ത്യൻ എയർഫോഴ്സിന് സ്വന്തമായിട്ടുള്ള റീസൺസ് ഉണ്ട്. 1955 അമേരിക്കയിൽ ഏരിയ 51 എന്ന് പറയുന്ന ഒരു കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ഏരിയ ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് ഈ ഗൂഗിളിലൊക്കെ തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. 1955 ഇതിനെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷനിലെങ്കിലും മെൻഷൻ ചെയ്യുന്നത് ബിൽ ക്ലിൻ്റൻ്റെ സമയത്താണ്. ഏത് വർഷമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ക്ലിൻ്റൻ്റെ സമയത്താണ് ഇതിനെക്കുറിച്ച് ഒരു പക്ഷേ ഒഫീഷ്യലി പോലും ഒരു ഡോക്യുമെൻറ്റിലേക്ക് വരുന്നത്. ഇതിനെ ഒഫീഷ്യലി ഇൻഫർമേഷൻ എന്തെങ്കിലും കുറച്ചെങ്കിലും പുറത്തു വരുന്നത് ഒബാമയുടെ കാലത്താണ്, 2013. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഏരിയ 51 കുറിച്ചുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പോലും അറിയാതെ വർഷങ്ങൾ അവർ കൊണ്ടു നടന്നു. അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ട്, അതിൻ്റേതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ബുദ്ധിയില്ലാത്തവരെ പോലെ പെരുമാറാതെ കുറച്ചും കൂടെ വിസ്ഡം ഉള്ളതായിട്ട് കാണിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് വെറുതെ ഒരു എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല ഇതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മാറി നിന്ന് നമ്മൾ നമ്മുടെ സൈന്യത്തിൻ്റെ കൂടെ നിൽക്കുക, അതിൽ വിശ്വാസം അർപ്പിക്കുക. അവർ നമുക്ക് വേണ്ടി അവിടെ ഊണും ഉറക്കവും ഒഴിച്ച് അവരുടെ ജീവൻ ബലിയർപ്പിച്ച് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മളെന്നും അവരോട് നന്ദി പറയുക, നമ്മുടെ കടപ്പാട് രേഖപ്പെടുത്തുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി, ഇതിവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.